ജെമിനിയോട് ഒരു കാര്യം ചോദിക്കുക. ജെമിനി എന്താണ് അതിന് പ്രതികരിക്കുക, എന്താണ് പറയുന്നത് നോക്കുക. ജെമിനി, കേന്ദ്രത്തിൽ കോൺഗ്രസ് ഇല്ലാതാകാൻ കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ഇത്രമാത്രം കോൺഗ്രസിന്റെ ആളുകൾ മറ്റുള്ള പാർട്ടിയിലേക്ക് പോകുന്നത്? ഒന്ന് വിശദീകരിക്കാമോ? ഇനി എങ്ങനെ കോൺഗ്രസ് കരകയറുന്നുള്ള അതിനെക്കുറിച്ചും പറയാമോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റത്തെക്കുറിച്ചാണ് ഹാരിസ് ചോദിച്ചിരിക്കുന്നത്. ദീർഘകാലം രാജ്യം ഭരിച്ച ഒരു പ്രസ്ഥാനമെന്ന നിലയിൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പിന്നിൽ പല കാരണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് താഴെ പറയുന്ന രീതിയിൽ നമുക്ക് വിലയിരുത്താം. കോൺഗ്രസ് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ: സംഘടനാപരമായ ബലഹീനത. താഴെത്തട്ടിൽ ഗ്രാസ് റൂട്ട്സ് ലെവൽ പ്രവർത്തകരുടെ ശക്തമായ ശൃംഖലയില്ലാത്തത് കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. പലപ്പോഴും തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രമാണ് പാർട്ടി സംവിധാനങ്ങൾ സജീവമാകുന്നത്. ദേശീയ നേതൃത്വത്തിലെ വ്യക്തതയില്ലായ്മ, ശക്തമായ ഒരു കേന്ദ്ര നേതൃത്വത്തിന്റെ അഭാവം പലപ്പോഴും ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമാകുന്നു. ബിജെപിയെ പോലെ കേഡർ സ്വഭാവമുള്ള ഒരു പാർട്ടിയെ നേരിടാൻ കൃത്യമായ പ്ലാനിങ്ങും നേതൃത്വവും അത്യാവശ്യമാണ്. ഹിന്ദി ഹൃദയഭൂമിയിലെ തളർച്ച. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വോട്ട് വിഹിതം വലിയ തോതിൽ കുറഞ്ഞത് പാർലമെന്റിലെ സീറ്റുകളുടെ എണ്ണത്തെ കാര്യമായി ബാധിച്ചു. ആശയവിനിമയത്തിലെ പോരായ്മകൾ. സർക്കാരിന്റെ വീഴ്ചകളും തങ്ങളുടെ നയങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ബിജെപിയുടെ അത്യാധുനികമായ സോഷ്യൽ മീഡിയ തന്ത്രങ്ങളോട് കിടപിടിക്കാൻ കോൺഗ്രസിന് പലപ്പോഴും സാധിക്കില്ല. നേതാക്കൾ പാർട്ടി വിട്ടുപോകുന്നത് എന്തുകൊണ്ട്? പല പ്രമുഖ നേതാക്കളും ബിജെപിയിലേക്കും മറ്റ് പാർട്ടികളിലേക്കും ചേക്കേറുന്നത് പ്രധാനമായും താഴെ പറയുന്ന കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അധികാരത്തോടുള്ള താല്പര്യം. ദീർഘകാലം അധികാരത്തിന് പുറത്തിരിക്കുന്നത് പല നേതാക്കളെയും തളർത്തുന്നു. ഭരണപക്ഷത്തു നിൽക്കുന്നത് വികസന പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രീയ നിലനിൽപ്പിനും ഗുണകരമാകുമെന്ന് അവർ കരുതുന്നു. രണ്ട്, വിജയസാധ്യത. സ്വന്തം മണ്ഡലങ്ങളിൽ പാർട്ടിക്ക് സ്വാധീനം കുറയുമ്പോൾ രാഷ്ട്രീയ ഭാവി കണക്കിലെടുത്ത് അവർ മറുകണ്ഠം ചാടുന്നു. മൂന്ന്, കേന്ദ്ര ഏജൻസികളുടെ സമ്മർദ്ദം. ചില നേതാക്കൾക്കെതിരെയുള്ള കേസുകളും അന്വേഷണങ്ങളും ഒഴിവാക്കാൻ ഭരണകക്ഷിയിലേക്ക് മാറുന്ന രീതിയും കണ്ടുവരുന്നുണ്ട്. കോൺഗ്രസിന് എങ്ങനെ കരകയറാം? കോൺഗ്രസ് ഒരു വലിയ തിരിച്ചുവരവ് നടത്തണമെങ്കിൽ ചില കാതലായ മാറ്റങ്ങൾ ആവശ്യമാണ്. സംഘടനയെ പുനരുജ്ജീവിപ്പിക്കുക. ബൂത്ത് തലം മുതൽ പാർട്ടിയെ ശക്തമാക്കുകയും പ്രവർത്തകരുമായി നിരന്തര സമ്പർക്കം പുലർത്തുകയും ചെയ്യുക. യുവ നേതൃത്വം. യുവജനങ്ങളെ ആകർഷിക്കുന്ന രീതിയിലുള്ള പരിപാടികളും അവർക്ക് അർഹമായ സ്ഥാനങ്ങളും നൽകുക. വ്യക്തമായ ആശയങ്ങൾ. ബിജെപിയുടെ രാഷ്ട്രീയത്തെ നേരിടാൻ കൃത്യമായ ബദൽ വികസന നയങ്ങളും രാഷ്ട്രീയ നിലപാടും ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക. ഭാരത് ജോഡോ യാത്ര പോലുള്ള ജനസമ്പർക്ക പരിപാടികൾ ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. ഐക്യം. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾ അവസാനിപ്പിച്ച് ഒറ്റക്കെട്ടായി നീങ്ങുക. ഹാരിസ് ഒരു സോഷ്യൽ മീഡിയ വർക്കർ ആയതുകൊണ്ട് തന്നെ അപ്പോ എനിക്ക് കോൺഗ്രസുകാരോട് എല്ലാരോടും ഈ വീഡിയോ കാണുകയാണെങ്കിൽ പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും ഉണർന്ന് പ്രവർത്തിക്കാനുണ്ട്. അല്ലെങ്കിൽ കേരള അടക്കം ബിജെപി തന്നെ കൊണ്ടുപോകും. അതിലൊരു മാറ്റവുമില്ല. അതിനാണ് സോഷ്യൽ മീഡിയ അവർ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. ആ ഒരു ഉപയോഗം പോലും കോൺഗ്രസുകാരും മാർക്സിസ്റ്റുകാരും ചെയ്യുന്നില്ല. എത്ര മനോഹരമായിട്ടാണ് അവർ ഈ സോഷ്യൽ മീഡിയയിലൂടെ ആളുകളെ ഒന്നിപ്പിക്കണം നോക്ക്. ഈ ഒരു കാര്യം ഏതെങ്കിലും ഒരു മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസുകാരോ ചെയ്യുന്നുണ്ടോ? ഇഷ്ടം പോലെ പ്രവർത്തകരുണ്ട്. പക്ഷെ ഒരു പോസ്റ്റർ എന്ത് വിഷയമായിക്കോട്ടെ, അത് ബിജെപിക്കെതിരെ വരുന്നു, ആ വിഷയം എന്തെങ്കിലുമൊക്കെ വരുമ്പോ അത് ബിജെപിയെ ബാധിക്കുന്നു എന്ന് തോന്നുമ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് അതിനെ പ്രതിരോധിക്കുന്നു, ആക്രമിക്കുന്നു ആ പോസ്റ്റ് ഇട്ട വ്യക്തികളെ. പക്ഷെ ഇവിടെ കോൺഗ്രസുകാരുടെ അഡ്രസ്സും ഇല്ല. ഒരു പോസ്റ്റ് അവർക്കെതിരെ ട്രോളി ചെയ്യുക, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെ സഖാക്കളെയും കാണുന്നില്ല. അപ്പോ ഒരാള് വീഡിയോ ചെയ്യുമ്പോ അത് ആർക്കും ആയിക്കോട്ടെ, കേന്ദ്ര സർക്കാരിനെതിരെ പോലും ഒരു വീഡിയോ എന്തെങ്കിലും ഒരു അവരുടെ പദ്ധതികളെ കുറിച്ച് നമ്മൾ അതിന്റെ മോശപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം പറയാൻ ശ്രമിക്കാൻ പോലും കഴിയാത്ത വിധം അവര് പ്രതിരോധിക്കുന്നു. അവര് ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും കോൺഗ്രസുകാരനെ കൊണ്ട് കഴിയത്തില്ല, മാർക്സിസ്റ്റ് പാർട്ടിക്കാരെ കൊണ്ട് കഴിയില്ല. ഇനി എങ്ങനെ ഇതിന് ചെയ്യാം? ഇതിന് ശക്തമായിട്ടുള്ള നേതൃത്വം വേണം. എല്ലാ സ്ഥലത്തും പ്രവർത്തകരോട് നല്ല രീതിയിൽ ഇടപഴകിക്കൊണ്ട് അവരോട് സ്നേഹത്തിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു നമുക്കൊരു അപകടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ എന്റെ നേതാവ് ഉണ്ടാവുന്ന ഓരോ പ്രവർത്തകനക്കും തോന്നണം. ആ രീതിയിൽ വേണം കോൺഗ്രസ് പ്രവർത്തിക്കാൻ തുടങ്ങാൻ. അല്ലെങ്കിലും മക്കളെ അഡ്രസ് ഇല്ലാതായി പോകും. കാരണം അത്ര മാത്രമാണ് അവരുടെ പ്രവർത്തനം ഇതിനകത്ത് ഞാൻ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ചിന്തിക്കുക, എങ്ങനെ ഇതിനെ നമുക്ക് കരകയറുക? ഇത് തമ്മിലടിയാണ്, എപ്പോഴും തമ്മിലടി. നല്ല നേതൃത്വം കൊണ്ടുവരിക, വളരെ കൃത്യമായി താഴെത്തട്ട് മുതൽ ഇനി മുകളിൽ വരെ ഉള്ള എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ട് എന്തെവിടെ ചെയ്യണം. ചാരിറ്റികൾ ചെയ്യുക.
ഒരുപാട് ആൾക്കാരെ സഹായിക്കുക. കോൺഗ്രസ്സുകാരുടെ ഒരുപാട് മെമ്പർമാരുണ്ട്. അവരെല്ലാം കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യുക, ചെറിയൊരു പിരിവെടുത്തിട്ട് എല്ലാ സ്ഥലത്തിനും ആളുകളെ സാമ്പത്തികമായിട്ട് സഹായിക്കുക. അതിന് രോഗം വന്നിട്ടാണെങ്കിലും ശരി, ഏത് രീതിയിലാണെങ്കിലും ശരി. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് അതിശക്തമായിട്ട് തിരിച്ചു വരാൻ കഴിയും. ഇത് ഇന്ത്യ ഫുള്ളായിട്ടും ഒരാളെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയും ഏതൊരുത്തനാണെങ്കിലും ശരി അതിനെ അംഗീകരിക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ പറ്റും. ഇനി ആ ഒരൊറ്റ ചോയ്സ് മാത്രമേ ഉള്ളൂ. ചാരിറ്റി, സഹായം, മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ കാണിച്ചു കൊടുക്കുക. ഞങ്ങളുടെ കയ്യിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് ഒരുപാട് മനുഷ്യർ രക്ഷപ്പെടുന്നുള്ളത് ഇവിടുത്തെ ഓരോ ഇന്ത്യൻ പൗരനും കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതൊരു ഉപകാരപ്പെടും, ഞങ്ങൾക്ക് ഉപകാരമാവും, ഞങ്ങൾക്ക് കടമില്ലാതെ ജീവിക്കാൻ പറ്റും, ഞങ്ങൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കോൺഗ്രസിന്റെ നേതൃത്വം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനെ പ്രതിരോധിക്കാൻ പറ്റും എന്നൊക്കെ രീതിയിൽ കാണിച്ചു കൊടുക്കുക, ഒരു മാതൃക കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അഡ്രസ് ഇല്ലാതായി പോകും. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നല്ല രീതിയിൽ എടുത്തിട്ട് നിങ്ങൾ കമന്റിൽ പറയുക നിങ്ങളുടെ അഭിപ്രായം.